അയ്യപ്പേട്ടാ, ഇന്നലെ ഇപ്പോൾ SFIOയുടെ ഇതില് കുറ്റപത്രത്തില് പ്രതിയാണ് വീണ വിജയൻ. അപ്പോൾ ഈ വീണ വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കവചം ഒരുക്കുന്നുണ്ട് CPM എന്നുള്ളത്. അവർക്ക് കവചം ഒരുക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നോക്കുന്നത് മറ്റു പല നേതാക്കളുടെയും മക്കളുമൊക്കെ ഇതുപോലെ ചില കേസുകളിലൊക്കെ പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ അവഗണനയായിരുന്നു. അതിൽ മനം നൊന്ത ഒരു പാർട്ടി നേതാവും കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു ഇരട്ടത്താപ്പ് എന്തിനാണ് CPM-ന്? അല്ല, CPM-നെ സംബന്ധിച്ച് ആദ്യം നോക്ക്, ആ SFIO അന്വേഷണത്തിൽ വീണ വിജയൻ പ്രതി ആയിരിക്കുന്നതിനെ കുറിച്ച് കുറച്ചൊന്ന് പറയാം. അതായത് ഈ പറയുന്ന അന്വേഷണം കഴിഞ്ഞ 1 വർഷമായി നടക്കുകയായിരുന്നു. ഇപ്പോൾ പാർട്ടിയുടെ ഭാഷ്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുമ്പോൾ ബോധപൂർവം അത് ഇപ്പോൾ പാർട്ടിയുടെ കോർഡിനേറ്റർ PB കോർഡിനേറ്റർ ആയിരിക്കുന്ന പ്രകാശ് കാരാട്ട് പറഞ്ഞിരിക്കുന്നത് ഈ മനഃപൂർവ്വം ബോധപൂർവം ഇങ്ങനെ ഇത് പാർട്ടിയെ കൊണ്ട് ഇതിൽ കുരുക്കിയിരിക്കുന്നതാണ്, മുഖ്യമന്ത്രിയെ മനഃപൂർവ്വം കൊണ്ട് കുരുക്കിയതാണ്. പിന്നെ വേറൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം എല്ലാവരും ഒരേ ഭാഷയിലാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രതിരോധം തീർക്കുന്നതിൽ പാർട്ടിയിൽ ഗോവിന്ദൻ, ബേബി, പിന്നെ ഈ പറയുന്ന പ്രകാശ് കാരാട്ട്, ഇനി ആരൊക്കെയുണ്ട്, ബാലഗോപാൽ, KN ബാലഗോപാൽ, ഇങ്ങനെ എല്ലാവരും ഒരേ ഭാഷയുമാണ്. അപ്പോൾ പ്രജിത ചോദിച്ച ഒരു കാര്യത്തിലേക്ക് തന്നെ നമുക്ക് പറയാം. അതായത് ഇതിനകത്ത് പറ്റിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പിണറായി വിജയന്റെ മകൾ എന്ന കാരണം കൊണ്ട്, അതായത് മുഖ്യമന്ത്രിയെയാണ്, ഇപ്പം മകളെയാണ് അറസ്റ്റ് ചെയ്യുന്നെങ്കിലും മുഖ്യമന്ത്രിക്കാണ് പൊള്ളുന്നത് മുഖ്യമന്ത്രിക്കാണ്. അപ്പൊ മുഖ്യമന്ത്രിക്ക് പൊള്ളുന്നത് കൊണ്ട് തന്നെ പാർട്ടിക്ക് പിന്നെ പ്രതിരോധിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യമുണ്ട്. കാര്യം പിണറായി വിജയന് ശേഷം ആരെന്നുള്ളത് ഇപ്പോഴും പാർട്ടി തീരുമാനമായിട്ടില്ല. പിണറായിക്ക് ശേഷം ആര് അങ്ങനെ ആക്കിക്കളഞ്ഞു ഈ പാർട്ടിയെ പിണറായി തന്നെ. അതായത് കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്നെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയെ കൊണ്ടുപോകാൻ പ്രാപ്തനായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. പിന്നെ തുടക്കത്തിൽ പറയാതെ പറഞ്ഞ ഒരു സംഗതി എന്ന് വെച്ചാൽ കോടിയേരിയുടെ കാര്യം. കോടിയേരിയുടെ മകൻ ഈ കേസിൽപ്പെട്ടപ്പോൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് അദ്ദേഹം നടത്തിയൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ബിനീഷ് ഇതിൽ പ്രതിയാണെന്നുണ്ടെങ്കിൽ ബിനീഷിന്റെ കാര്യങ്ങൾക്ക് ഞാൻ പാർട്ടി ഉപയോഗിക്കില്ല, പാർട്ടിക്ക് ഇതിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ബിനീഷിന്റെ കേസ് ബിനീഷ് തന്നെ കൈകാര്യം ചെയ്തോളും, ഞാൻ പോലും അതിൽ ആരോടെയും സംസാരിക്കില്ല എന്ന ഒരു സ്റ്റാൻഡ് കോടിയേരി എടുത്തു. അന്ന് കോടിയേരിയുടെ മകനും അതുപോലെ EP ജയരാജന്റെ മകനും 1-2 കേസുകളൊക്കെ ഉണ്ടായിരുന്നു. അന്നും പാർട്ടി അന്നും EP ജയരാജൻ CC മെമ്പറാണെന്ന് തോന്നുന്നു, സെൻട്രൽ കമ്മിറ്റി മെമ്പറാണെന്ന് തോന്നുന്നു. കോടിയേരി അന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. പോളിറ്റ് ബ്യൂറോ മെമ്പറും സംസ്ഥാനത്തെ പാർട്ടിയുടെ സെക്രട്ടറിയുമാണ്. എന്നിട്ട് പോലും അന്ന് പാർട്ടി എടുത്ത സ്റ്റാൻഡ് സംരക്ഷിക്കാൻ പോയില്ല. അച്ഛൻ എന്ന രീതിയിൽ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കാൻ വന്ന കാര്യം എന്താ അറിയാട്ടോ, ഇപ്പോ കോടിയേരി അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തു, ശരി, പക്ഷെ അത് അദ്ദേഹത്തിന്റെ ഉള്ളു പൊള്ളിയിരുന്നു. തനിക്ക് വേണ്ട ഒരു സമയത്ത് പാർട്ടി തന്റെ കൂടെ നിന്നില്ല. പാർട്ടിക്ക് തിരിച്ചു പറയാമായിരുന്നു, അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് പറഞ്ഞു, പക്ഷെ പാർട്ടി അദ്ദേഹത്തോടൊപ്പം ഉണ്ടെന്ന് കാണിക്കണമായിരുന്നു. ഒരക്ഷരം മിണ്ടിയില്ല. അവിടെയാണ് ആ ഒരു എന്താ പറയാ, അദ്ദേഹത്തെ ശരിക്കും തഴഞ്ഞു എന്നുള്ളത് തന്നെ വ്യക്തമാക്കപ്പെട്ടു. ഇതിപ്പോ ഇതും പിണറായി ഇത് പറയുമ്പോൾ പാർട്ടി ഒന്നടങ്കം നിൽക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ഈ 2 നേതാക്കളുടെ അല്ലെങ്കിൽ മറ്റു നേതാക്കളുടെ ആണെങ്കിൽ പോലും ഇതുപോലൊരു വിഷയം വരുമ്പോൾ പാർട്ടി നിൽക്കുന്നില്ല? അല്ല പ്രീത, അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, പിണറായിക്ക് ശേഷം ആര് എന്നുള്ളത് ഇവിടെ ഇപ്പോൾ പാർട്ടിക്ക് ഉത്തരമില്ല. അതാണ് കാര്യം. പിണറായി എന്ന് പറയുന്ന നേതാവ് കഴിഞ്ഞ 15 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശേഷം അദ്ദേഹം പാർട്ടി പിന്നെ പാർലമെന്ററി തലത്തിൽ മുഖ്യമന്ത്രിയായി 10 കൊല്ലം വന്നു. ഇനി അടുത്തൊരു 5 കൊല്ലം കൂടി ഇരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. പക്ഷേ ആ ഒരു ഫേസിന് ശേഷം മറ്റൊരു ഫേസ് പാർട്ടിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോൾ പാർട്ടി കടലിലായി കഴിഞ്ഞു. കാര്യം ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ എല്ലാം ചെന്ന് അങ്ങനെ കൊണ്ട് അങ്ങേരാണ് ഇപ്പൊ ഒരു ബിംബം. ഏത് കാറ്റിനെയും പിടിക്കാൻ ഒരു പാറ അങ്ങേരാണ്. ആ പാറ മാറ്റിയാൽ കൊടുങ്കാറ്റ് വരുന്നു, പാർട്ടിയെ അടിച്ചെടുത്തോണ്ടൊക്കെ പോകുന്നു. ആ രീതിയിലാകുന്നു. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനിടയിൽ മറ്റൊരു കാര്യം ചേട്ടൻ, നമ്മൾ അത് ഉറപ്പായിട്ടും ഞാൻ മറ്റൊരു കാര്യം ഓർത്തതാണ്, ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തപ്പോൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വീണ വിജയൻ പാർട്ടി കോൺഗ്രസിലേക്ക് എത്തി എന്നുള്ളത്. അപ്പൊ ഞാൻ കരുതുന്നത് 3 മാസം മുമ്പ് പൂർത്തിയായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പൊ പുറത്തു വന്നത്. അപ്പോ ഇത് ഇപ്പൊ പുറത്തു വന്നു എന്ന് പറയുമ്പോൾ പോലും ചില ഓരോ സാങ്കേതിക വശങ്ങളുണ്ട്. അതെല്ലാം താണ്ടിയ ഈ സംഭവങ്ങളെല്ലാം പുറത്തു വരിക തന്നെയുള്ളൂ. അപ്പൊ അത് ഈ ഒരു സമയമായി പോയി എന്നുള്ളതാണ്. അത് എന്ത് തന്നെ ആയാലും ഈ സംഭവത്തെ പറ്റി ഒരു സൂചന
ഈ പാർട്ടിക്ക് കിട്ടിക്കാണണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിക്കാണും. അതിന്റെ ഫലമായിട്ട് അതായത് ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു ശരിക്കും വീണ അവിടെ എത്തിയത് എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയാൻ പറ്റും. പ്രജിത, ഇതിനകത്ത് പ്രജിത പറഞ്ഞ ഒരു പോയിന്റ്, അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതിനെ സംബന്ധിച്ച് വിവരം കിട്ടിയിട്ടുണ്ടാവും. മുഖ്യമന്ത്രി ഇവിടുന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ആ ധനകാര്യമന്ത്രി ഉണ്ടല്ലോ, പുള്ളിക്കരത്തിന്റെ പേരെന്താ, നമ്മുടെ നിർമ്മല സീതാരാമൻ ഇവിടുന്ന് കാണാൻ പോയി. ഇവിടെ എല്ലാവരും പറഞ്ഞു മകളുടെ കേസിൽ അതിന് തന്നെയാണ് അദ്ദേഹം പോയത്. അദ്ദേഹത്തിന് അന്ന് തന്നെ വിവരം കിട്ടിയിരുന്നു. ഇതിൽ നമുക്ക് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റും. സുരേന്ദ്രൻ മാറി BJPയുടെ തലപ്പത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖറിന്റെ ചാനലാണ് ഇന്നലെ ഈ വാർത്ത ബ്രേക്ക് ചെയ്തത്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രാജീവ് ചന്ദ്രശേഖറിന്റെ ചാനലാണ് ഇന്നലെ ഇത് ബ്രേക്ക് ചെയ്തത്. അപ്പൊ ആ ബ്രേക്കിങ്ങിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. രാജീവ് ചന്ദ്രശേഖരന്റെ ചാനൽ ബ്രേക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ പോലും മറ്റൊരു കാര്യമുണ്ട്. ഇതുവരെ രാജീവ് ചന്ദ്രശേഖരനെ പിന്നീന്ന് ഊതിയ ചാനലാണ്. അതായത് അവിടെ മാറ്റം വന്നു. അതാണ് ഞാൻ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ വന്നു, കേന്ദ്രത്തിലെ ഒരു അന്വേഷണ ഏജൻസി അവരുടെ അന്വേഷണ റിപ്പോർട്ട് അവരുടെ ഒരു ജൂനിയർ റിപ്പോർട്ടർക്കാണ്, അത് റിപ്പോർട്ട് ചെയ്തത്. ആ കുട്ടിയാണ് റിപ്പോർട്ട് ചെയ്തെങ്കിൽ ജൂനിയർ റിപ്പോർട്ടർ മാത്രമല്ല, ബിഹൈൻഡ് ദ കർട്ടൻ അവിടുത്തെ സ്ട്രോങ് റിപ്പോർട്ടേഴ്സ് ഇതിന്റെ പിറകിലുണ്ട്. ഈ കുട്ടിയെ നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഇപ്പൊ കൈജി കമലേഷിനോ അല്ലെങ്കിൽ വേറെ ആർക്കോ, കമലേഷ് റിപ്പോർട്ട് വേറെ ആർക്കോ, അവിടുത്തെ ഒരുപാട് പേരെടുത്ത റിപ്പോർട്ടർമാരുണ്ട്. അവരാരും കൈകാര്യം ചെയ്യാതെ ഈ പുതിയ റിപ്പോർട്ടറെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ തന്നെ അതിനകത്തെ രാഷ്ട്രീയം വ്യക്തമാണ്. രാജീവ് ചന്ദ്രശേഖർ വന്നു, കേന്ദ്രത്തിൽ നിന്ന് BJPയുടെ കളി ഇവിടെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതിന്റെ രഹസ്യമായ ഇത് കിട്ടി. പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ തന്നെ ഈ വെടി പൊട്ടിക്കാനുള്ള പ്ലാൻ ഏഷ്യാനെറ്റ് എന്നേ തുടങ്ങിക്കഴിഞ്ഞു. കാര്യം പാർട്ടി കോൺഗ്രസിന്റെ 2ാമത്തെ ദിവസമാണ് ഇന്നലെയാണ് ഈ വെടി പൊട്ടുന്നത്. ഈ വെടി നല്ല വെടിയാണ്, നല്ല ഒന്നാന്തര കിടുക്കം തന്നെ ഉണ്ട് പാർട്ടിക്കകത്ത്, ഉറപ്പാണ്. കിടുക്കമുണ്ട്, എല്ലാത്തിനും തേളയിടിക്കുന്നുണ്ട്. സത്യത്തിൽ നേതാക്കളുടെ മുഖത്തുണ്ട്, പിണറായി വിജയൻ എന്നല്ല നേതാക്കളുടെ എല്ലാം മുഖത്തുണ്ട്. കാര്യം അങ്ങനെ ഈ പാർട്ടിയെ ഇദ്ദേഹം ആക്കി തീർത്തു. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മാറിയാൽ ആ പാർട്ടി എടുത്തോണ്ട് പോകുമെന്ന് എല്ലാവർക്കും ബോധ്യമാണ്. ഇവിടെ ഈ തിരിച്ചു പറയുന്നവർ ആര് വിചാരിച്ചാലും ഈ പാർട്ടിയെ കേരളത്തിൽ നിലനിർത്താൻ പറ്റില്ല. ആ വിധത്തിൽ അങ്ങനെ ഇതിനെ ആക്കി തീർത്തു. അതുകൊണ്ട് ഇനിയിപ്പം കൈവിട്ട കളി തന്നെയാണ് CPM ചെയ്യാൻ പോണോ. അവർക്ക് സംരക്ഷിച്ചേ പറ്റൂ. അതിന്റെ ഒരു അഹങ്കാരം മോൾക്കും ഉണ്ട്. ഇപ്പൊ ഞാൻ എന്ത് കാണിച്ചാലും എന്റെ അച്ഛന്റെ പാർട്ടി എന്റെ കൂടെ ഉണ്ടെന്നൊരു തോന്നലുണ്ട്. കോടിയേരിയെ സംബന്ധിച്ചെങ്കിൽ പിന്നെ AKG സെന്റർ ആ പാർട്ടി ഓഫീസിന്റെ മേൽവിലാസം ഒക്കെ കൊടുക്കോ? ആരെങ്കിലും ചെയ്യോ? AKG സെന്ററിലെ അഡ്രസ്, ഇതേപോലെ ഒരു കമ്പനിയുടെ അഡ്രസ്, അവരുടെ എക്സാലോജിക്കിന്റെ അഡ്രസ്. ഇപ്പൊ ഞാൻ ഒരു ചെറിയ ഉദാഹരണം ചോദിക്കട്ടെ. മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം വന്നാൽ എഴുതാ എന്ന് പിണറായി എന്നെ പറയും. മന്ത്രിസഭയിലെ CPM മന്ത്രി ആവട്ടെ, സജി ചെറിയാനെ പുറത്താക്കി അകത്തെടുത്തു. പിന്നെ അതാണ് പിണറായി. തിരിച്ച് ഇവിടെ വന്നപ്പോഴോ നേരെ തിരിഞ്ഞ് ഉൾട്ടയായി. അല്ല, അതിനകത്തുള്ളൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഉൾട്ടയും സംഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഒരു സെറ്റപ്പ് ആയി പോയി ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ. ഇപ്പൊ പിണറായി ആ ഒരു സെറ്റപ്പ് ആകുമ്പോ പിന്നെ പിണറായിയെ സംരക്ഷിക്കാതിരിക്കാൻ ഈ പാർട്ടിക്ക് കഴിയില്ല. സംരക്ഷിക്കണല്ലോ. ആരെങ്കിലും അന്നദാതാവിനെ കൈവിടൂ? ഇല്ല, ഒരിക്കലും ഇല്ല. പോയിട്ട് പൂജിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞു മോള് കൂടെ വന്നെന്ന്. മോൾക്കും അത് കിട്ടി. മോള് വീട്ടിൽ ഇരുന്നാൽ ചിലപ്പോ തീർന്നു ശ്വാസം കണ്ണങ്ങ് പോവും. അതുകൊണ്ട് അത് മോൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് മോൾ അച്ഛനോട് വന്നത്. നമ്മൾ അച്ഛന്റെ കൈ പിടിച്ചെടുക്കുമ്പോ പെൺമക്കൾക്ക് വല്ലാത്തൊരു ധൈര്യമുണ്ട്. പ്രത്യേകിച്ച് പെൺമക്കളോട് അച്ഛന്മാർക്ക് ഭയങ്കര സ്നേഹം, ചെക്കന്മാരെക്കാളും സ്നേഹം പെൺമക്കളോടാണ്. അപ്പൊ അതുകൊണ്ട് പിണറായി വിജയന്റെ ദൗർബല്യമാണ് ഈ മകള്. ആ ദൗർബല്യം പിണറായി വിജയന് വഴിക്കളയാൻ പറ്റൂല. പാർട്ടിക്ക് പിണറായി വിജയൻ ഇപ്പൊ ദൗർബല്യമായി കഴിഞ്ഞിരിക്കുന്നു. മകള് പിണറായി വിജയനാണെങ്കിൽ പാർട്ടിക്ക് പിണറായി വിജയൻ ദൗർബല്യമാണ്. അപ്പൊ ആ ദൗർബല്യത്തെ കളഞ്ഞാൽ സി എന്ന് പറഞ്ഞ പോലെ CPM കടലിലായി പോവും. അതുകൊണ്ട് നിൽക്ക കളിയില്ല എന്ന് മാത്രമേ അവർ പറയാനുള്ളൂ.